Hello guys, welcome back to another episode of Sajil's Tech Center. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എനിക്കിപ്പോൾ 2-3 ഓഫേഴ്സ് ലഭിച്ചിട്ടുണ്ട്. അതുമല്ലാതെ എൻ്റെ 2 NFTs സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു NFT നിങ്ങൾ അപ്ലോഡ് ചെയ്ത NFT സോൾഡ് ഔട്ട് ആകുമ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും, അത് നിങ്ങളെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ 2-3 ഭാഗങ്ങളായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് പല പല സെക്ഷൻസ് ആയിട്ടാണ്, ഓരോ ദിവസമായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഒരു ഓർഡർ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ ആരെങ്കിലും ഇപ്പോൾ നിങ്ങൾ റിസർവ് ചെയ്ത പ്രൈസിന് താഴെയോ അല്ലെങ്കിൽ അതേ സെയിം പ്രൈസിന് ആരെങ്കിലും പർച്ചേസ് ചെയ്യുകയോ അല്ലെങ്കിൽ കോട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ മുകളിൽ ലഭിക്കും. അതുപോലെ തന്നെ ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഇതിലൂടെ അതുകൂടാതെ നിങ്ങൾക്ക് മെയിലും വരും ഇതുപോലെ ആരെങ്കിലും കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ എൻ്റെ സോൾഡ് ഔട്ടായ 2 NFTs എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ടിന് ഞാൻ കോട്ട് ചെയ്ത അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത NFTs ആണ്. ഇതെല്ലാം പുതിയതായിട്ട് വന്ന NFTs ആണ്. ഇതെല്ലാം നല്ല റേറ്റ് കിട്ടിയാൽ മാത്രമേ ഞാൻ കൊടുക്കുകയുള്ളൂ. കാരണം അത്യാവശ്യം കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്ത NFTs ആണ്. പക്ഷേ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന NFTs ആണ്. അതിൻ്റെ എല്ലാം ട്യൂട്ടോറിയൽ വരും ദിവസങ്ങളിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു NFT ഇപ്പോൾ ഓൾറെഡി സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഓണറിൻ്റെ പേര് ക്യൂൻ, എൻ്റെ സാധാരണ യൂസർ നെയിം എന്ന് പറയുന്നത് ക്യൂൻ ഓഫ് അറേബ്യൻസി ആണ്. പക്ഷേ ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഓണർ നെയിം വന്നിട്ട് മഹിമാൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി ഇദ്ദേഹത്തിന് വിറ്റു അത്. അപ്പോൾ അത് ആ ഓഫർ വന്ന ടൈമിൻ്റെ മെയിലും മറ്റു കാര്യങ്ങളും അതെങ്ങനെ ആക്സെപ്റ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു NFTയും ഏകദേശം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. ഇത് എനിക്ക് ഓൾറെഡി ഇപ്പോൾ ഇതിനൊരു ഓഫേഴ്സ് 2 ഓഫേഴ്സ് ലഭിച്ചിട്ടുണ്ട്. ആദ്യം വന്ന ഓഫർ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വീഡിയോ കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പുതിയതായിട്ട് എനിക്കൊരു ഓഫർ ലഭിച്ചിട്ടുണ്ട്. ഏകദേശം 13 WRXൻ്റെ ഒരു ഓഫർ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് അദ്ദേഹം ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്കിപ്പോൾ ഇങ്ങോട്ട് ലഭിച്ച ഓഫറാണ്, ഞാനത് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹം അത് ക്യാഷൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഈ മെറ്റമാസ്ക് അക്കൗണ്ടിലേക്ക് അത് വരുന്നതാണ്. ആ ഒരു സമയം നമുക്കിത് സോൾഡ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ 2 ഓഫേഴ്സാണ് എനിക്ക് ലഭിച്ചത്. ഇതിലാദ്യം മറ്റൊരു ഓഫർ ലഭിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ക്യാൻസൽ ചെയ്ത് ഇപ്പോൾ പുതിയൊരു ഓഫറാണ്. ഞാൻ കൊടുത്തിരിക്കുന്ന അതേ എമൗണ്ടിന് ഒരു ഓഫർ ലഭിച്ചിട്ടുണ്ട് 13 WRXന്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസ് പല പല ഭാഗങ്ങളായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ കാണുക, എന്നാൽ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഇത് നമ്മളൊരു NFT ലിസ്റ്റ് അല്ലെങ്കിൽ മിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിക്സഡ് പ്രൈസ്, റിസർവ് പ്രൈസും ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസും മറ്റു കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ്. ഓക്കെ, ഓപ്പൺസീനേക്കാൾ കുറച്ചുകൂടി നമുക്ക് കൂടുതൽ സെയിൽസ് പെട്ടെന്ന് ലഭിക്കാൻ സാധ്യതയുള്ളത് Wazirx ആണ്. ഇതും ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയത് കാരണം മറ്റുമല്ല, ഇതിൽ ട്രാൻസാക്ഷൻ ഫീ ഒക്കെ കുറവ് ഉള്ളത് കാരണം കൂടുതലും ഇന്ത്യൻസാണ് ഇതിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ഇതിൽ NFTs അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇത് എൻ്റെ അക്കൗണ്ടാണ്, ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരെണ്ണം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബിറ്റ്കോയിൻ ബേസ് ചെയ്തിട്ട്. ഇതൊരു NFT ആണ്, ആനിമേറ്റഡ് ആയിട്ടുള്ളൊരു NFT ആണ്. ഞാൻ ഇതിനെല്ലാം റേറ്റ് കുറച്ചായിട്ടിരിക്കുന്നത്, ഏകദേശം $14 മാത്രം വാല്യൂ ഉള്ളൂ, 25. അപ്പോൾ ഇതുപോലെ നമുക്ക് ഫിക്സഡ് എമൗണ്ട് ആയിട്ട് കൊടുക്കാം, അതുമല്ലെങ്കിൽ ബിഡിങ് പോലെ ഓപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആരെങ്കിലും ഇപ്പോൾ ഒരു എമൗണ്ട് ബിഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ലിസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള അതേ എമൗണ്ട് തന്നെ നമുക്ക് ഡിഡക്റ്റ് ആകും. കാരണം ലിസ്റ്റിംഗ് ഒഴിവാക്കണം, എന്നാൽ മാത്രമേ ആ ആക്സെപ്റ്റ് ചെയ്ത ആൾക്ക് ആ ഒരു എമൗണ്ട് കൊടുത്ത് പർച്ചേസ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതല്ല, ഇപ്പോൾ ഓപ്ഷൻ അല്ലാതെ ഫിക്സഡ് എമൗണ്ടാണ് നമ്മൾ കൊടുക്കുന്നു എന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ഓഫേഴ്സ് വരും. എനിക്കിപ്പോൾ റീസെൻ്റായിട്ട് ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു NFTക്ക് വന്ന ഓഫറാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇവിടെ Wazirx NFT എന്ന് കണ്ടിട്ടുണ്ട്. ഇവിടെ യു ഹാവ് ന്യൂ ഓഫർ ഓഫ് 0.02 BNB. അപ്പോൾ ഒരാൾ ഇത് ഓഫർ നമുക്ക് മെയിൽ വരും, ഇത് നമ്മൾ കൊടുത്തിരിക്കുന്ന മെയിലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. ഞാനിപ്പോൾ കോട്ട് അല്ലെങ്കിൽ ഫിക്സഡ് എമൗണ്ട് കൊടുത്തിരിക്കുന്നത് 14.92 അല്ലെങ്കിൽ 25 WRX ആണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഈ 25 WRX വേണമെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് മേടിക്കാൻ സാധിക്കും. അതുമല്ലെങ്കിൽ അവർക്ക് അവരുടെ ഒരു ഓഫർ നമുക്ക് ഇടാം, അത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും മുകളിൽ ഇതുപോലെ നോട്ടിഫിക്കേഷനിൽ വരും. ഇവിടെ ഒരു റെഡ് കളർ നോട്ടിഫിക്കേഷൻ കത്ത് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഓപ്പൺ ചെയ്തത് കാരണം അത് കാണാത്തതാണ്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഓഫേഴ്സ് റിസീവ്ഡ് എന്ന് പറഞ്ഞ സെക്ഷനിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫേഴ്സ് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ഓൾറെഡി കോട്ട് ചെയ്തിരിക്കുന്നത് ഏകദേശം $14.92 ആണ്. പക്ഷേ എനിക്ക് ഓഫർ കിട്ടിയിരിക്കുന്നത് ഏകദേശം $7.998 ഒരു ഓഫർ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചെറിയ ഇതുപോലുള്ള NFTs ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന NFTs ആണ്. ഇതെല്ലാം ഞാൻ ചെറിയ എമൗണ്ടിനൊക്കെ വിൽപ്പന നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ എന്തായാലും എനിക്ക് വന്ന ഓഫർ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. മഹിമാൻ എന്ന് പറഞ്ഞ
ഒരാളാണ് ഈ ഒരു കോട്ട് തന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ആക്സെപ്റ്റ് കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് ഓഫേഴ്സ് വരുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ദെൻ കൺഫേം കൊടുക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഓരോ ഓഫേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയൊരു ട്രാൻസാക്ഷൻ വരുന്നുണ്ട്, ട്രാൻസാക്ഷൻ ഫീ വരുന്നുണ്ട്. ചെറിയൊരു എമൗണ്ടാണ്, വളരെ ചെറിയൊരു എമൗണ്ടാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് 0.0056 BNB ആണ്. ഇത് ഏകദേശം കൺവേർട്ട് ചെയ്യുമ്പോൾ $0.23 $0.25 വരുന്നത്, കൂടി ഇതിന് വരുന്നത്. കൺഫേം ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഇരിക്കണം ഓരോ ഓഫേഴ്സ് ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ കാണാം കൺഫർമേഷൻ ട്രാൻസാക്ഷൻ 50 കൺഫേംഡ്. ഓക്കെ, ആ ഒരു ഓഫർ നമ്മളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ ആളുകൾ ആരെങ്കിലും ബിഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വീണ്ടും അത് ഈ ഒരു ആക്സെപ്റ്റൻസ് ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു ഓഫർ കിട്ടുകയാണെങ്കിൽ അത് വേണമെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി ഇപ്പോൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഓഫർ തന്ന ആൾ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു എമൗണ്ട്, ഇത് WRX അല്ലെങ്കിൽ BNB ആയിട്ട്, ഇപ്പോൾ ഇദ്ദേഹം തന്നിരിക്കുന്ന BNB ആയിട്ടാണ് ഈ ഒരു ഓഫർ വന്നിരിക്കുന്നത്. അപ്പോൾ ഓഫർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു മെറ്റാമാസ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു BNB കൺവേർട്ടായി കിടക്കുന്നതാണ്. ഓക്കെ, അതുമല്ല ഇപ്പോൾ WRX ആണെങ്കിൽ നമ്മൾ ആ സെക്ഷനിൽ Wrx NFT എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ അത് ക്രെഡിറ്റ് ആവുന്നതാണ്. ഓക്കെ, നമ്മളിപ്പോൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇദ്ദേഹം പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബാലൻസിലേക്ക് വരുന്നത്. അപ്പോൾ ഇതുപോലെയാണ് ഓരോ ഓഫേഴ്സ് വരുമ്പോൾ നമുക്ക് പറ്റുന്ന ഓഫേഴ്സ് ആണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ഓഫർ എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഈ QTPy ഇവ എന്ന് പറയുന്ന ഈ ഒരു ആനിമേറ്റഡ് NFTക്കാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആക്സെപ്റ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ ഇത് ഓപ്ഷനായിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന് 2-3 കൺഫർമേഷൻ ഉണ്ട്. അത്രയും കൺഫർമേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യമാവുള്ളൂ. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഓപ്ഷനേക്കാൾ കുറച്ചുകൂടി നല്ലത് ഞാനിപ്പോൾ നോക്കിയിട്ട് ഫിക്സഡ് എമൗണ്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ടൈമിന് ഫിക്സഡ് എമൗണ്ട് ഇടുന്നത് നല്ലത്. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ഒരു കൺഫർമേഷനുള്ളിൽ തന്നെ നമുക്കിത് ഓഫേഴ്സ് ആക്സെപ്റ്റ് ചെയ്യാൻ സാധ്യമാകും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ്. നല്ല രീതിയിൽ ഉള്ള ആർട്ടുകൾ അല്ലെങ്കിൽ NFTs ഒക്കെ നിങ്ങൾക്കിപ്പോൾ ഇതിലൊക്കെ അപ്ലോഡ് ചെയ്യാൻ സാധ്യമാകും എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല എമൗണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇതെല്ലാം ചീപ്പ് റേറ്റിനാണ് ഞാൻ കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു സെക്ഷനിൽ ഔട്ട് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞ ഈ ഒരു സെക്ഷനിൽ ഇത് അത്യാവശ്യം ഞാൻ ഫോട്ടോഷോപ്പെല്ലാം യൂസ് ചെയ്തിട്ട് വളരെയധികം ടൈം എടുത്ത് ചെയ്യുന്ന NFTs ആണ്. അപ്പോൾ ഇതെല്ലാം നല്ല എമൗണ്ട് കിട്ടിയാൽ മാത്രമേ ഞാൻ കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ കാണാം 2.1 BNB, അതായത് ഏകദേശം $838 അതല്ലെങ്കിൽ $759 ഒക്കെ കിട്ടിയാലേ ഞാൻ ഇതെന്തായാലും, അതല്ലെങ്കിൽ അതിൽ താഴെയുള്ള കുറച്ച് ഓഫേഴ്സൊക്കെ കിട്ടിയാൽ നമുക്ക് പറ്റുന്ന ഓഫേഴ്സ് ആണെങ്കിൽ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. വാസ്റക്സിൽ ഒരു NFT സോൾഡ് ആകുമ്പോൾ ഇതുപോലെ നമുക്കൊരു നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോളോവേഴ്സൊക്കെ വരുമ്പോൾ ഇതുപോലെ നമുക്ക് നോട്ടിഫിക്കേഷൻ കാണാം. നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ മഹിമാൻ സെറ്റിൽ യുവർ NFT. ഓക്കെ, അപ്പോൾ ഇതിനു മുമ്പ് ഒരു ഓഫർ ഞാൻ കാണിച്ചിരുന്നു, ഓഫർ വന്നത്. ഇപ്പോൾ ആ ഒരു NFT എൻ്റെ സോൾഡ് ആയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ഒരു NFT ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഓണർ എൻ്റെ പേര് മാറിയിട്ട് മഹിമാൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലാണ് ഇപ്പോൾ ഈ ഒരു NFT ഉള്ളത്. നമ്മളുടെ മെറ്റാമാസ്ക് അക്കൗണ്ടിൽ ആ ഒരു ബാലൻസ് വന്നിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്കിപ്പോൾ ജസ്റ്റ് ഇത് എടുത്ത് നോക്കാം. ഓക്കെ, നമ്മളുടെ മെറ്റാമാസ്ക് അക്കൗണ്ടിലേക്ക് ആ ഒരു എമൗണ്ട് വന്നിട്ടുണ്ടാവും. ഇപ്പോൾ എൻ്റെ 7 പോയിൻറ്റ് സംതിങ് ആയിരുന്നു, അതിപ്പോൾ 916 BNB ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ട് ആ ബാലൻസ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അദ്ദേഹത്തിന് ഓട്ടോമാറ്റിക് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട്. ഏകദേശം $8.06 ഞാൻ വിറ്റത്. അദ്ദേഹം അത് റീസെല് ചെയ്യുന്നത് $36. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റീസെല്ലിംഗ് പവർ എന്ന് പറയുന്നത്. ഒരു ക്രിയേറ്ററിൻ്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ $8-10 മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്രയോ മടങ്ങ് ഇരട്ടിയായിരിക്കും റീസെല്ല് ചെയ്യുന്നത്. ഞാനിപ്പോൾ റീസെല്ലല്ല അധികം ചെയ്യുന്നത്, ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ട് സെല്ല് ചെയ്യുകയാണ്. ഇതിപ്പോൾ കുറച്ച് ചെറിയ NFTs ആയതാണ് ഈ എമൗണ്ടിന് വിൽപ്പന ഞാൻ നടത്തിയത്. ബാക്കിയുള്ള NFTs ഒന്നും അധികം വില കുറച്ചിട്ട് ഞാൻ വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് അത്യാവശ്യം നല്ലൊരു NFT ആണ്. ഭാവിയിൽ നല്ല റേറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു NFT ആണ്. ഇദ്ദേഹം എന്നെ ഫോളോയും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ തിരിച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇദ്ദേഹം ഫോളോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുതിയൊരു NFT അപ്ലോഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുമായിരിക്കും. അദ്ദേഹത്തിന് എൻ്റെ അക്കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കാനും സാധ്യമാകും. ഇപ്പോൾ എൻ്റെ NFT സോൾഡ് ആയിട്ടുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് ലഭിച്ചു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള NFTs എല്ലാം സെല്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള NFTs ഒക്കെ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഫോട്ടോഷോപ്പും അതുപോലെ തന്നെ ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കും അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധ്യമാകുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരിക.
അതുപോലെ തന്നെ ഇതിൻ്റെ അക്കൗണ്ട് ക്രിയേഷൻ്റെ വീഡിയോ ഞാൻ അതിന് മുമ്പ് ചെയ്തിരുന്നു. ആ വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ആളുകളുണ്ടെങ്കിൽ എൻ്റെ അക്കൗണ്ട് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാം. നിങ്ങൾക്ക് ഇതുപോലെ വരും ദിവസങ്ങളിൽ ഗിവ് അവേസ് ഞാൻ തരുന്നതാണ്. ഗിവ് അവേസ് നിങ്ങൾക്ക് എന്തായാലും ഓപ്പൺ സീയിലൂടെ ആയിരിക്കും തരുന്നത്. ഇത് മുഖേന എനിക്ക് തരാൻ സാധ്യമല്ല ഇത്രയും പേർക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ട്രാൻസാക്ഷൻ ഫീ വളരെയധികം വരും. ഇപ്പോൾ ചെറിയ എമൗണ്ടൊക്കെ സ്പെൻഡ് ചെയ്യാൻ സാധ്യമാകും, അല്ലെങ്കിൽ നല്ല രീതിയിൽ NFTs ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ യൂസ് ചെയ്യണം. കുറച്ചുകൂടി സെയിൽസ് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണിത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പോൾ തന്നെ എനിക്ക് 3 ഓഫേഴ്സ് ലഭിച്ചത്. അത് രണ്ടെണ്ണം ഞാൻ ആക്സെപ്റ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം. നല്ല NFTs ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്തിട്ട് Wazirx NFTയിലേക്ക് വരിക. ഓക്കെ, അപ്പോൾ സെക്കൻഡ് NFT ഓപ്ഷൻ NFT എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ള മെത്തേഡ് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതുപോലെ എനിക്കിപ്പോൾ ഒരു ഓഫർ ലഭിച്ചിരിക്കുന്നത്, ഓഫർ വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒരു മെയിൽ വരും, യു ഹാവ് എ ന്യൂ ഓഫർ ഓഫ് 6 WRX. ഇതിപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ഏകദേശം ഒരു 2-3 മിനിറ്റിനുള്ളിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു NFT ആണ് ഞാൻ ഈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത് എൻ്റെ ക്യൂട്ടിപ്പൈ ഇവ എന്ന് പറയുന്ന ഈ ഒരു കളക്ഷനിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു NFT ആണ്. ഇത് അത്യാവശ്യം ചെറിയൊരു ആനിമേഷനൊക്കെ ഉള്ള NFT ആണ്. ഇതിന് ഞാൻ $8.6 വാല്യൂ ഉള്ള WRX, അതായത് 15 WRX ആണ് റിസർവ് പ്രൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എമൗണ്ട് അച്ചീവ് ആയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും ഈ ഒരു എമൗണ്ട് കോട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് റിസർവ് പ്രൈസ് ആകുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. ആ ബിഡ് ചെയ്ത ആൾക്ക് ഈ ഒരു NFT ഇട്ടുകയും നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് WRX വരികയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ എനിക്കൊരു ഓഫർ ലഭിച്ചിരിക്കുന്നത് 6 WRX ആണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വരും. ആ ഒരു ഓഫർ ഞാൻ ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കാരണം കാണാൻ സാധിക്കുന്നതാണ്. വ്യൂ ഓൾ നോട്ടിഫിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാം, കോൺവിക് മെയ്ഡ് ആൻ ഓഫർ ഓഫ് 6 WRX. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു മിൻറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു പേജിലേക്ക്, ഇപ്പോൾ ഇതാണ് മിൻറ്റ് ചെയ്ത പേജ്, ഇതിൽ ഓഫേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ആരെങ്കിലും ഓഫർ തന്നിട്ടുണ്ടോ എന്ന്. 6 WRX ഓഫർ തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഇത് പ്രസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങളുടെ പേജിൽ വന്നിട്ട് ഓഫേഴ്സ് റിസീവ്ഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനിൽ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മെറ്റാമാസ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ആദ്യത്തെ വീഡിയോ കാണുക, മെറ്റാമാസ്ക് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച്. ഞാനിപ്പോൾ ഇതിൽ മെറ്റാമാസ്ക് അക്കൗണ്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇതിൽ WRX സേവ് ചെയ്ത് വെക്കണം. അതിൻ്റെ കോൺട്രാക്ട് അഡ്രസ്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ WRX നമുക്കിവിടെ സേവ് ചെയ്യാൻ സാധിക്കും. അസറ്റ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമ്മളിപ്പോൾ ഓൾറെഡി ഇത് സേവ്ഡ് ആണ്. ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് മെറ്റാമാസ്ക് ലിങ്ക് ചെയ്യുമ്പോൾ തന്നെ WRX NFT എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് നമ്മൾ ഓരോ NFT മിൻറ്റ് ചെയ്യുമ്പോഴും വരുന്ന എമൗണ്ടും മറ്റു കാര്യങ്ങളും അതിൻ്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു എമൗണ്ട് എനിക്ക് ലഭിക്കുന്നത് ഈ WRX എന്ന് പറയുന്ന സെക്ഷനിലാണ്. കാരണം നമ്മൾ WRX ആയിട്ടാണ് ഇത് വിൽപ്പന നടത്തുന്നത്, BNB അല്ല. 2 ഓപ്ഷൻ നിങ്ങൾക്ക് കോട്ട് ചെയ്യാം. BNB ആയിട്ട് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ WRX ആയിട്ട് വേണമെങ്കിൽ മിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം വീഡിയോ ഇതിന് മുമ്പുള്ള എപ്പിസോഡ്സ് നിങ്ങൾ കാണുക, 1 by 1 ആയിട്ട്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, പ്ലീസ് ക്യാൻസൽ ദ ഓപ്ഷൻ ബിഫോർ പ്രൊസീഡിങ്, ദിസ് ട്രാൻസാക്ഷൻ കനോട്ട് ബി അൺഡൺ. ഓക്കെ, കൺഫേം കൊടുക്കുക. അപ്പോൾ ഇത് ആദ്യം തന്നെ അൺലിസ്റ്റ് ആകണം, ഡീലിസ്റ്റ് ചെയ്യണം NFT നിന്ന്. അപ്പോൾ അതിനൊരു ചെറിയ എമൗണ്ട് ഇതിൽ വരുന്നത്, വളരെ ചെറിയ എമൗണ്ടാണിത്. ഇത് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ മെറ്റാമാസ്ക് അക്കൗണ്ടിൽ BNB ബാലൻസ് വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ബൈയും സെല്ലും ഒക്കെ ചെയ്യാൻ സാധ്യമാകുള്ളൂ. അപ്പോൾ മെറ്റാമാസ്കിൽ എങ്ങനെ ലിങ്ക് ചെയ്യും, അതുപോലെ തന്നെ നമ്മളുടെ ട്രസ്റ്റ് വാലറ്റിൽ നിന്ന് അല്ലെങ്കിൽ ബൈനാൻസിൽ നിന്ന് ഇതിലേക്ക് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, കൺഫർമേഷൻ ട്രാൻസാക്ഷൻ. യു വിൽ നീഡ് ടു അപ്രൂവ് ദിസ് NFT ടു ബി എസ്ക്രോഡ് ബിഫോർ ആക്സെപ്റ്റിംഗ് ആൻ ഓഫർ. ഓക്കെ, കൺഫേം കൊടുക്കുക. ഇതിനും ചെറിയൊരു എമൗണ്ട്. അപ്പോൾ നമ്മൾ മിൻറ്റ് ചെയ്യുമ്പോൾ വരുന്ന അതേ ഏകദേശം ആ ഒരു ട്രാൻസാക്ഷൻ തന്നെ ഇതിലും വരുന്നതാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നത്. ഞാൻ സാധാരണ മിൻറ്റ് ചെയ്യുന്ന എൻ്റെ NFTs എല്ലാം $10 എബോവ് വാല്യൂ ഉള്ളതാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഞാനൊരു സാമ്പിളിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആക്സെപ്റ്റ് ചെയ്തത്. ആർ യു ഷുവർ യു വാണ്ട് ടു ആക്സെപ്റ്റ് ദിസ് ഓഫർ? ഓക്കെ, കൺഫേം കൊടുക്കുക. അപ്പോൾ നമ്മൾ മിൻറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഇത് ലിസ്റ്റ് ചെയ്യുമ്പോഴുള്ള അതേ സെയിം ട്രാൻസാക്ഷൻ തന്നെ നമ്മളിതുപോലെ ഓഫേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു NFT ഇതുപോലെ മിൻറ്റ് ചെയ്യുമ്പോൾ $10 അല്ലെങ്കിൽ ഇപ്പോൾ $7 മുകളിലായിട്ടുള്ള എമൗണ്ട് വേണം കൊടുക്കാൻ. കാരണം ഏകദേശം നമ്മളിപ്പോൾ മിൻറ്റ് ചെയ്യുമ്പോൾ $1 താഴെ വരും. അതുപോലെ തന്നെ ഇതുപോലെ ഓഫേഴ്സ് ആക്സെപ്റ്റ് ചെയ്യുമ്പോഴും $1 താഴെ വരുന്നതാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഈ ഒരു ഓപ്ഷൻ ക്യാൻസൽ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിലേക്ക് മാറിയിരിക്കുന്നത്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യാം. പക്ഷേ നമ്മളിപ്പോൾ ഓൾറെഡി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓഫർ തന്ന ആൾ അവരുടെ അക്കൗണ്ടിൽ നിന്ന് ആക്സെപ്റ്റ് ചെയ്താൽ ആ ഒരു എമൗണ്ട് നമ്മളുടെ ഈ ഒരു മെറ്റമാസ്ക് അക്കൗണ്ടിലെ WRX എന്ന് പറയുന്ന സെക്ഷനിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം 0 WRX ആണ് ഈ ഒരു സെക്ഷനിലേക്ക് ഈ ഒരു എമൗണ്ട് വരുന്നതാണ്, അതിൻ്റെ ഫീയും മറ്റു കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഓഫർ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് പറ്റിയ ഓഫറാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ സാധാരണ ഈ രീതി ഇത്രയും എമൗണ്ട് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇതിപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഈ വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഒന്ന് ആക്സെപ്റ്റ് ചെയ്തതാണ്. അതുപോലെ തന്നെ നമ്മളുടെ ട്വിറ്റർ അക്കൗണ്ട്, ഇൻസ്റ്റാഗ്രാം, അതുപോലെ തന്നെ ഈ ഒരു Wazirx അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യണം. കാരണം ഇടയ്ക്ക് ഞാൻ ഇതിലും അതുപോലെ തന്നെ ഓപ്പൺ സീയിലും മറ്റും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് NFTs, ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന NFTs നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. WRX മുഖേന ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഫീ വരും. എനിക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റുന്നത്, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് പോളിഗൺ ബ്ലോക്ക് ചെയിനിലൂടെ, അതായത് ഓപ്പൺ സീയിലൂടെയാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഓപ്പൺ സീയിലെ എൻ്റെ NFTസും അതുപോലെ തന്നെ ഈ ഒരു അക്കൗണ്ടും നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾ അക്കൗണ്ട് ഉള്ള ആളുകളാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ കൊടുത്താൽ മതി. അതുപോലെ തന്നെ ട്വിറ്റർ അക്കൗണ്ടും തീർച്ചയായിട്ടും ഇൻസ്റ്റാഗ്രാമും ഫോളോ ചെയ്യണം. അതിലൂടെയൊക്കെ ഞാൻ ഓഫേഴ്സ് പറയുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം അക്കൗണ്ടിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിലൂടെ ജോയിൻ ചെയ്യുക. കൂടുതൽ NFT ന്യൂസും അതുപോലെ തന്നെ കൂടുതൽ പുതിയ പുതിയ ഓഫേഴ്സ് വരുന്നതും ഡ്രോപ്പുകളും എല്ലാം നമ്മൾ അതിൽ ഷെയർ ചെയ്യുന്നതാണ്.